ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു കാറ്റലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 1050 ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിങ്ങോടെ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതുണ്ട് വർക്ക് കണ്ടു, ഒരു കൈൻഡ് ഓഫ് ലക്നോവി സ്റ്റൈൽ വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കോ. യോക്ക് പോർഷൻ സെൽഫ് പാറ്റേണിലാണ്, ഒരു പ്രീമിയം ഫാബ്രിക് ആണ്, സോഫ്റ്റ് സിൽക്ക് ബേസ് ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇച്ചിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക് ഇല്ലെന്ന് തോന്നുന്നു. ഒരു കൈൻഡ് ഓഫ് സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് പോയേക്കോ. എല്ലാ കളേഴ്സും നല്ല കളർ ഷെയ്ഡ്സുകളാണ്. ഹെവി സെൽഫ് പാറ്റേൺ വർക്ക്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് കളർ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ്. റോയൽ ബ്ലൂ അല്ല, നേവി ബ്ലൂ അല്ല, ബിറ്റ്വീൻ ഒരു വയലറ്റ് മിക്സ്ഡ് ബ്ലൂ കളർ. യോക്ക് കണ്ടോ, ഒരു ലക്നോവി സ്റ്റൈൽ വർക്ക് ആണ് യോക്ക് പോർഷനിൽ വന്നേക്കും. ആ സെയിം ടൈപ്പ് ഓഫ് വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് വരുന്നത്. ഇത് കൂടുതലും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, എസ്പെഷ്യലി മദേഴ്സിനാണെങ്കിലും ഇഷ്ടമാവും. ഓവർ വർക്കില്ല, സെൽഫ് പാറ്റേണിൽ നല്ലൊരു പ്രീമിയം ലുക്ക് വരും. നല്ല പ്രൈസും ഓവർ പ്രൈസ് റേഞ്ച് വരുന്നില്ല. നല്ല ഫാബ്രിക് ആണ്, അതാണ് ലുക്ക്. സോ അടുത്ത ഷെയ്ഡ് ഒരു ഗ്രീൻ്റെ കളർ ഷെയ്ഡാണ്. നല്ലൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് പീസിലായിട്ടായിരിക്കും, അത്രയും പീസിലല്ല, നല്ല അത് കളറായിട്ട് നിൽക്കുന്ന, ഇടിവെട്ടൊന്നും അല്ല, അത് നല്ലൊരു കൈൻഡ് ഓഫ് ഗ്രീൻ കളറാണ്. ഈ വർക്ക് കണ്ടോ, നോർമൽ കൈൻഡ് ഓഫ് എംബ്രോയിഡറി അല്ല, വർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് സെൽഫ് കളർ പാറ്റേൺ, അത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ലെയർ ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു സ്റ്റെപ്പും നമ്മുടെ ബേസ് ഫാബ്രിക്കിനേക്കാളും ഒരു 2 സ്റ്റെപ്പും കൂടെ മുകളിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക, ബൾജ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് പോയേക്കുക. അത്രയും ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുക. ദുപ്പട്ടയിലും അങ്ങനെ തന്നെ സെൽഫ് പാറ്റേണിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓവർ ഫീലിംഗ് വരില്ല. നല്ല സിമ്പിൾ എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. ടോപ്പിലും ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. 1050 പ്രൈസും വരുന്നുള്ളൂ. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ. കളർ ഷെയ്ഡ് ഒരു കാരാമൽ, ഡാർക്ക് കാരാമൽ പോലത്തെ, കാരാമലിന്റെ ഒരു മിക്സ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഒരു വെറൈറ്റി ആണ് ഈ കളർ. വീഡിയോയിലൊരു ഡസ്റ്റി ആയിട്ടാണ് വന്നേക്കുക. നല്ലൊരു വെറൈറ്റി കളർ ടോൺ ആണ് ഇത് വന്നേക്കുന്നത്. ഇതിലെ എല്ലാ ഷെയ്ഡ്സും അതെ നമുക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ടൈപ്പ് ഷെയ്ഡ്സുകളാണ് എല്ലാം വന്നേക്കുക. ഇതൊക്കെ വെറൈറ്റിയാണ്, കംപ്ലീറ്റ്ലി വെറൈറ്റി ഷെയ്ഡ്, ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഫാബ്രിക്. ബോട്ടം സെയിം കളർ സാൻറ്റൂൺ ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു യെല്ലോ വേരിയന്റ് ആണ്. ഈ യെല്ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളിങ്ങനെ സമ്മറൈസ് ചെയ്തെടുക്കൽ എല്ലാം ഒരേ യെല്ലോ ആണ്. യെല്ലോയിൽ ഒരുപാട് അടിപൊളി വേരിയൻസ് ഉണ്ട്. ഇത് നല്ല ബ്യൂട്ടിഫുൾ വേരിയന്റ് ആണ്. എല്ലാവർക്കും ചേരുന്ന കൈൻഡ് ഓഫ് ഒരു നല്ല കളർ ടോൺ ആണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതാണ് ലുക്ക്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇത് റെഡ് അല്ല, വീഡിയോയിൽ ചിലപ്പം റെഡ് ആയിട്ട് തോന്നും. ഒരു കൈൻഡ് ഓഫ് റെഡിന്റെ മിക്സും ഉണ്ട്, അതുപോലെ ഒരു ബ്രിക്ക് ഓറഞ്ചിന്റെ ബ്ലെൻഡും ഉണ്ട്. 2 കളർ ഷെയ്ഡിന്റെ ബ്ലെൻഡും ഉണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ വരും. കളർ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു റെഡ് ആയിട്ട് തോന്നിയാലും ഓപ്പൺ ചെയ്ത് വരുമ്പം അങ്ങനെ ഒരു നോർമൽ റെഡ് അല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. സോ അതും ഒരു വെറൈറ്റി കളർ ടോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നല്ലൊരു അടിപൊളി ഫാബ്രിക് ആണ്. നല്ല കംഫോർട്ടുള്ള ഒരു തണുപ്പ് ഫീലിംഗ് ഉള്ള ഫാബ്രിക് ആണ്. സിൽക്ക് ബേസ് ഫാബ്രിക്, ഹെവി ആയിട്ട് സെൽഫ് ടോണിൽ വർക്ക് ആണ് ചെയ്തേക്കോ. ടോപ്പിലും ദുപ്പട്ടയിലും ഒരേപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ ഷെയ്ഡ്സും ആണ്. എല്ലാം തന്നെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡ്സുകളാണ്. താങ്ക് യു.